ഹായ് ഹായ് ഹായ്. മറൈൻ ഡ്രൈവിലൂടെയുള്ള നടപ്പാണിത് കേട്ടോ. മറൈൻ ഡ്രൈവിൽ 42ാമത് കൊച്ചിൻ ഫ്ലവർ ഷോ നടക്കുകയാണ്. 120 രൂപയാണ് എൻട്രൻസ് ഫീ. ടിക്കറ്റൊക്കെ എടുത്തു. നമസ്കാരം, ഞാൻ വിനോദാണ്, വിരാടം വിനോദം. ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് നേരത്തെ ഈ ഫ്ലവർ ഷോയുടെ ആദ്യ ദിനങ്ങളിൽ കാണാനായിട്ട് സാധിച്ചില്ല. ഇന്ന് അവസാന ദിനമാണ്. ഡിസംബർ മാസം അവസാനവും ജാനുവരിയിലെ ആദ്യത്തെ ആഴ്ച ഉൾപ്പെടെയാണ് സാധാരണ ഫ്ലവർ ഷോ നടക്കുന്നത്. കയറി വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഓർക്കിഡ് പുഷ്പങ്ങളൊക്കെയാണ്. പല വർണ്ണങ്ങളിൽ ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റിൽ അണിയിച്ചൊരുക്കിയിരിക്കുന്നതാണ് ഈ പുഷ്പമേള. പലതരം കാക്ടക്സുകളൊക്കെ ഉണ്ട്. പിന്നെ ധാരാളം പലതരം പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ധാരാളം പുഷ്പങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാം. ധാരാളം ജനങ്ങൾ, ഇന്ന് ലാസ്റ്റ് ദിവസമായിട്ടും ധാരാളം ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഫ്ലവർ ഷോ കണ്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആറാം തീയതി ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന ചെടികൾ എല്ലാം തന്നെ വിൽപ്പനയ്ക്കുണ്ടെന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. സെൽഫി പോയിന്റിൽ കുട്ടികളൊക്കെ മാറി മാറിയിരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും ആവേശത്തിലാണ് ആസ്വദിക്കുന്നത്. ഇത്തവണ റോസുകൾ വളരെ കുറവായിരുന്നു എന്ന് തോന്നുന്നു. ഈ അവസാന ഭാഗത്ത് മാത്രമാണ് കുറച്ച് റോസുകളെ കണ്ടത്. ഇനി നമ്മൾ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പലതരം കച്ചവട സ്ഥാപനങ്ങൾ ആണ്. പലതരം വിത്തുകൾ, ഫർണിച്ചറുകൾ എന്ന് വേണ്ട സകല കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ അണിനിരത്തിട്ടുണ്ട്. ഇത് ഫുഡ് കോർട്ട് ഏരിയയാണ്. പലതരം വിഭവങ്ങൾ, നാടൻ വിഭവങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പാൽക്കപ്പ, കപ്പയും ബീഫും, പോത്തിൻ്റെ വാരിയൽ. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതിൽ തോന്നിയ ഒരു സാധനം ഈ തലശ്ശേരി കോഴിക്കോട് പ്രദേശങ്ങളിൽ ധാരാളം കിട്ടുന്ന കല്ലുമ്മക്കായയാണ്. അപ്പോൾ നമ്മളൊരു കല്ലുമ്മക്കായ ഫ്രൈയും അരിക്കടുക്കയും പാഴ്സലാക്കി. സമുദ്ര മത്സ്യ ഔഷധി എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇദ്ദേഹത്തിൻ്റെ പാചകങ്ങളൊക്കെ ഉണ്ട് പോലും. അപ്പോൾ
എക്സിബിഷൻ ഹാളിൽ നിന്നും അല്ലെങ്കിൽ ഷോ ഹാളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇടിയും പുറത്ത് ഇപ്പോഴും ചെടികളുടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.